ഞാനൊരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. ആ സ്റ്റോറിയിലുള്ള ആൾ ആരാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. കഴിയാതെ ഇവർ തമ്മിൽ വഴക്കായപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു? നീ പോയി ചാകു എന്ന് പറഞ്ഞു. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ നീ പോയി ചത്തോ എന്നൊരു വാക്ക് അയാൾ പറഞ്ഞു. ഇത് കേട്ട പാട് സ്വന്തം കുഞ്ഞിനെയും എടുത്ത് ഒരു ദിവസം ഒരു പുലർച്ചെ സമയത്ത് വീടിനടുത്തുള്ള കിണറ്റിലേക്ക് ഈ യുവതി ചാടി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു കേസ് സംബന്ധ ഒരു വാർത്തയാണ്. ഞാൻ ആ കേസ് പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഏതാണ് കേസെന്ന് മനസ്സിലാവും. ഒരു ടീച്ചർ, ആ ടീച്ചർ ഒരു ഭാര്യയാണ്, കുട്ടികളുടെ ഉമ്മയാണ്. ആ ടീച്ചർ നല്ല ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു ടീച്ചർ, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ഒരു മതസ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ആ ഒരു ടീച്ചറിന് ഭർത്താവിനെയും മറന്ന് കുട്ടികളെയും മറന്നിട്ട് കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനുമായിട്ടൊരു നല്ലൊരു സൗഹൃദമായി. ആ ഒരു സൗഹൃദമായപ്പോൾ സ്വാഭാവികമായൊരു സൗഹൃദം, ആ സൗഹൃദം വളർന്ന് വന്ന് ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള സൗഹൃദമായിട്ട് മാറി. അതായത് അതിൻ്റെ ഒരു അതിർവരമ്പുകളൊക്കെ വിട്ടു പോകാൻ തുടങ്ങി. അയാളൊരു വിവാഹം കഴിക്കാത്ത ഒരു അധ്യാപകനാണ്. അയാൾക്കൊരു വിവാഹക്കാര്യം വരാൻ തുടങ്ങിയപ്പോൾ ഇവൾക്ക് ഭയങ്കര അസ്വസ്ഥത. ഇയാൾ കുടുങ്ങി. അയാളുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. ഒരു വിവാഹം കഴിഞ്ഞ ടീച്ചറോട് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അങ്ങനെ അയാൾ വേറെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ ഇവർ തമ്മിൽ വഴക്കായപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു? നീ പോയി ചാകു എന്ന് പറഞ്ഞു. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ നീ പോയി ചത്തോ എന്നൊരു വാക്ക് അയാൾ പറഞ്ഞു. ഇത് കേട്ട പാട് സ്വന്തം കുഞ്ഞിനെയും എടുത്ത് ഒരു ദിവസം ഒരു പുലർച്ചെ സമയത്ത് വീടിനടുത്തുള്ള കിണറ്റിലേക്ക് ഈ യുവതി ചാടി. 2 പേരും മരണപ്പെട്ടു. എന്തിനാണ് തൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തതെന്ന് അറിയാതെ ഒരു ഭർത്താവ് ഒടുവിൽ ഇതിൻ്റെ കേസ് അന്വേഷണം മൊബൈൽ ഫോണിലേക്കാണോ പിന്നെ വരിക? അത് പരിശോധിച്ചപ്പോഴാണ് ഈ അധ്യാപകനുമായുള്ള പ്രണയം, അധ്യാപകൻ പോയി ചാകുമെന്ന് പറഞ്ഞതിനാണ് മരണപ്പെട്ടത്. അങ്ങനെ ഇതൊരു കേസായത് എങ്ങനെയാണ്? ഈ ഒരു കാമുകൻ പോയി ചാകുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ യുവതി പോയി ചാടിയത്, അല്ലെങ്കിൽ ജീവൻ ഒടുക്കിയത്. അതുകൊണ്ട് അയാളിനെ മനഃപൂർവ്വമുള്ള ആത്മഹത്യാ പ്രേരണക്ക് ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണം നടത്തിയതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞൊരു പോയിന്റ്, ഒരാളെങ്ങനെ പോയി ചാകാൻ പറഞ്ഞാൽ, ഒരാൾ പോയി ചത്താൽ അതൊരിക്കലും ആത്മഹത്യാ പ്രേരണയാവില്ല. എനിക്ക് കോടതി വിധി ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എവിടെന്നെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ജീവൻ ഒടുക്കി കഴിഞ്ഞിട്ട് മറ്റാളെ തലയിൽ കിടുന്നൊരു സ്വഭാവമുണ്ട്. ഹൈക്കോടതിയുടെ ഈ വിധി ഒരു പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് ആ വഴക്കുണ്ടാക്കിയാൽ എന്നാൽ പോയിക്ക് ചത്താളെ എന്ന് പറയുന്നത് ചാകാൻ വേണ്ടിയിട്ടല്ല, അത് പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ്. ആ വാക്ക് കേട്ടിട്ട് ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഇതൊരു വാട്സപ്പിൽ വന്നൊരു തെളിവാണല്ലോ, എന്നാൽ പിന്നെ ഭർത്താവിൻ്റെ കാര്യം ഇതോടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്ന പല ആളുകളുണ്ട്. ആ ആളുകൾക്കൊക്കെയുള്ളൊരു നല്ല മറുപടിയാണ് കോടതി കൊടുത്തത്. ഒരിക്കലും ആത്മഹത്യാ പ്രേരണ നിലനിൽക്കില്ല. കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞ വാക്കിൻ്റെ മേലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി എന്നല്ലാതെ അയാൾക്ക് ഒരു കുറ്റകൃത്യവും അയാൾ ആ കേസിൽ നിന്ന് ആ ഒരു വകുപ്പിൽ നിന്ന് അയാളെ ഹൈക്കോടതി ഒഴിവാക്കി കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയത്തോടൊപ്പം ഞാനൊരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. ആ സ്റ്റോറിയിലുള്ള ആൾ ആരാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ചെറിയ സ്റ്റോറി പറയാം. ഒരു നൂലൊക്കെ നൂൽക്കുന്ന, വസ്ത്രങ്ങളൊക്കെ തുന്നുന്ന ഒരു സാധാരണക്കാരൻ. ആ സാധാരണക്കാരൻക്കൊരു മകൻ ജനിച്ചു. ആ മകനെ ആ വീട്ടുകാരൊരു മതപണ്ഡിതനാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മതപണ്ഡിതനാക്കാൻ തീരുമാനിച്ചിട്ട് അന്നത്തെ കാലത്തുള്ള മതവിദ്യാഭ്യാസങ്ങൾ കൊടുത്തു. മതവിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ആളൊരു വലിയൊരു ശരാശരിയിലും താഴെ ഉള്ള ഒരാളാണ്, വലിയ ബുദ്ധിശാലിയൊന്നുമല്ല. പക്ഷേ നിരന്തരം പഠിച്ച് അദ്ദേഹം നല്ല അറിവുള്ള ഒരാളായിട്ട് മാറിയിട്ട് ആ കാലത്ത് നൈസാമിയ സർവകലാശാലയിലെ ഏറ്റവും പ്രിൻസിപ്പൽ, ഏറ്റവും മുതിർന്ന അധ്യാപകനായിട്ട് മാറി. അന്ന് സെൽജൂക്കിയ ക്രിസ്തുവർഷം 1058 ഇപ്പം 2026 ഇത് 1058 സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കാലത്തുള്ള സൽജൂക്കിയ ഭരണകൂടത്തിൻ്റെ ഉപദേഷ്ടാവും, കൊട്ടാരത്തിൽ എപ്പോഴും കയറി വന്നാലും രാജാവ് പോലും റെസ്പെക്റ്റ് ചെയ്തിട്ട് നിൽക്കും ഈ ഒരു പണ്ഡിതൻ്റെ മുന്നിൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് മതപണ്ഡിതന്മാർ ഇദ്ദേഹത്തിനടുത്ത് പഠിക്കാൻ വരാറുണ്ട്. പിന്നെ ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് വരുന്ന വിദ്യാർത്ഥികൾ വേറെ. അങ്ങനെ വലിയ പണ്ഡിതനായിട്ട് ഇദ്ദേഹം മാറി. അപ്പോൾ ഇദ്ദേഹത്തിന് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൽ ഇദ്ദേഹം അഗ്രഗണ്യനാണ്. ഇദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയയാണ്, ജീവിച്ചിരിക്കുന്ന വിശ്വവിജ്ഞാനകോശാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രത്തിൽ ഇദ്ദേഹം അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലാറ്റോയുടെയും മറ്റൊക്കെ സിദ്ധാന്തങ്ങൾക്കപ്പുറം
പുതിയ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ അൽബിറൂനി, പിന്നെ ഏതാണ്, ഇങ്ങനെ ഒരുപാട് അറേബ്യൻ തത്വശാസ്ത്ര ചിന്താഗതിക്കാരുടെ പൊട്ടത്തരങ്ങളൊക്കെ തുറന്നെഴുതിയിട്ട് ഏത് മേഖലയിലും കഴിവുള്ള ഒരാൾ, ഇദ്ദേഹത്തിന് അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും ആദരവോടുകൂടി കാണുന്ന ഒരാൾ, അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹത്തിന് തോന്നി, ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനപ്പുറം എൻ്റെ ആത്മീയമായ മാർഗത്തിലേക്കുള്ളൊരു ശരി കിട്ടണ്ടേ. ഞാനിപ്പോൾ ഈ പഠിക്കുമ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജനങ്ങളുടെ ആദരവ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് പോരല്ലോ, എനിക്കൊരു തസവുഫിൻ്റെ മാർഗത്തിലേക്ക് കടക്കണം എന്ന് കരുതിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ആദ്യം കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. എല്ലാവരും ഉപദേശിച്ചു, ഇത് വളരെ വലിയ അബദ്ധമാണ്, അങ്ങാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ. അങ്ങനെ കൊട്ടാരത്തിൽ നിന്നും ഇയാൾ മുങ്ങിച്ചൊരു സൂഫി ഗുരുവിനെ കാണാൻ ചെന്നു. ആ സൂഫി ഗുരുവിനെ കാണാൻ ചെന്നപ്പോൾ സൂഫി ഗുരുവിനെ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ മനസ്സിലായി, നാട് മുഴുവനും ആദരിക്കുന്ന, ഒന്ന് കാണാൻ പോലും കൊതിക്കുന്ന ആ വളരെ വലിയൊരു മഹാപണ്ഡിതൻ തൻ്റെ മുന്നിൽ വന്നിട്ടൊരു യാചകനെ പോലെ വന്ന് നിന്നിട്ട് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കൂ എന്ന് പറയാൻ, ഞാൻ അതിന് എവിടെന്നെങ്കിലും കിതാബോധി പഠിച്ച ഒരാളല്ലല്ലോ, ദൈവികമായുള്ള അറിവ് മാത്രമല്ലേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഒരു സൂഫി ഗുരു ഇദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ടെസ്റ്റ് കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ റോഡ് ഒരു ചൂല് കൊടുത്തിട്ട് പറഞ്ഞു, ആ റോഡൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കുന്നു, അടിച്ചു വരാൻ പറഞ്ഞു. ഒരു മടിയും കൂടാതെ ആ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രഗത്ഭ പണ്ഡിതൻ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കാന്തപുരം ഉസ്താദ് ഒരു സൂഫി ഗുരുവിനെ അടുത്ത് പോയിട്ട് വരും, നിങ്ങൾ ഇവിടെ നിന്ന് അടിച്ചോരിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കഥ. എന്നതുപോലെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കാന്തപുരം ഉസ്താദിനെ കണ്ടാൽ അറിയാം, വലിയ മഹാനാണ് പണ്ഡിതൻ. എന്നതുപോലെ ആ നാട്ടിൽ വലിയ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരാളോട് പറയുകയാണെങ്കിൽ അടിച്ചോര്, ഒരു മടിയും കൂടാതെ ഒരു വർഷമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിലം തുടക്കുക, വൃത്തിയാക്കുക. ആളുകൾ മുഴുവനും അന്വേഷിക്കാൻ തുടങ്ങി, എവിടെ ഈ മഹാപണ്ഡിതൻ, എവിടെ രാജിവെച്ച ആൾ മുങ്ങിപ്പോയി, കാണാനില്ല. ലോകത്തെങ്ങും ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള അപധാരങ്ങൾ മാത്രമാണ്. ഇത്രയും വലിയ സ്ഥാനങ്ങൾ തസവുഫിൻ്റെ മാർഗത്തിലേക്ക് നാട് വിട്ടുപോയി ഭ്രാന്തനെ പോനാൽ അലയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഇദ്ദേഹം ആ സൂഫി ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അദ്ദേഹത്തിന് തസവുഫിൻ്റെ അറിവുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഓരോ പള്ളികളിൽ ഇയാൾ ചെല്ലും. ഈ ഒരു പണ്ഡിതൻ ചെല്ലുന്ന വേഷം എങ്ങനെയാണ്, അറിയാതിരിക്കാൻ വേണ്ടി യാചകനെ പോലെയാണ്. അപ്പോൾ ആ പള്ളിയിൽ കാണാൻ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ മുൻപുള്ള പ്രൗഢഗംഭീരമായ ലൈഫ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇദ്ദേഹം എല്ലാം അവിടെ നിന്ന് പടിയിറങ്ങും. തന്നെക്കുറിച്ച് എപ്പോഴും ആളുകൾ ഇങ്ങനെ പറയുന്നു, അതെൻ്റെ ലൈഫല്ല. അങ്ങനെ ഈ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ഭയങ്കര എടങ്ങറായിട്ട് ബുദ്ധിമുട്ടി തസവുഫിൻ്റെ മാർഗത്തിൽ വന്ന് പുതിയൊരു വാതായനം തുറന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്, പഠിച്ച കിതാബിലെ അറിവിനേക്കാളും ഇതുപോലെയുള്ള തസവുഫിൻ്റെ സൂഫി മാർഗത്തിലെ യഥാർത്ഥ അറിവുകളാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അങ്ങനെ അദ്ദേഹം ഒരു കിതാബ് എഴുതി, ഇഹ്യാ ഉലൂമുദ്ദീൻ. ആ ഒരു മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നൊരു പുസ്തകം. അദ്ദേഹത്തിന് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നൊരു സ്ഥാനപ്പേരും അങ്ങനെ ലഭിച്ചു. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ആരാണ് ഈ മഹാപണ്ഡിതൻ? ഈ മഹാപണ്ഡിതൻ്റെ പേരെന്താണ്? ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയ, ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് സ്ഥാനപ്പേര് കിട്ടിയ ഈ മഹാപണ്ഡിതൻ, അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ലോകമൊന്ന് മാറി. അവിടെ നിന്നുള്ള പഴയ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ട് പറഞ്ഞു, തസവുഫിൻ്റെ ഇൽമ കിട്ടുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുക. മരണപ്പെടുന്നൊരു സമയത്ത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ മരിക്കാൻ പോവുകയാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യരോട് കഫംപുട എടുത്ത് റെഡിയാക്കാൻ പറഞ്ഞു. സുന്ദരമായിട്ട് കിബിലക്ക് മുന്നിട്ട് കിടന്നു. അതിസുന്ദരമായിട്ട് മരണത്തെ സ്വീകരിച്ചു. മരിക്കാൻ പോകുന്ന നേരത്തെ അറിഞ്ഞ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരുള്ള മഹാൻ ആരാണ്? അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം സ്വർഗത്തിൽ പോയി എന്നാണ് സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ ആ സ്വർഗത്തിൽ പോയപ്പോൾ ശിഷ്യന്മാർ സ്വപ്നത്തിൽ ചോദിക്കുകയാണ്, അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായ അമൽ എന്താണ്, പ്രവർത്തനം എന്താണ്? നിസ്കാരമാണോ, നോമ്പാണോ, ഗ്രന്ഥമെഴുതിയതാണോ, എന്താണ് അങ്ങ് ചെയ്തൊരു വലിയ നന്മ? ഏത് നന്മയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അങ്ങേ സ്വർഗത്തിലാക്കിയത്? അതിനാ ഒരു മഹാസൂഫി ഗുരുവായ പണ്ഡിതൻ കൊടുത്തൊരു മറുപടി, എൻ്റെ നിസ്കാരമോ എൻ്റെ നോമ്പോ എൻ്റെ ഹജ്ജ് ഇതൊന്നുമല്ല അള്ളാഹു പരിഗണിച്ചത്, മറിച്ച് ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതാനിരിക്കുമ്പോൾ പേന ഇങ്ങനെ മഷിയിൽ മുക്കിടാനിരിക്കുമ്പോൾ ഒരു ഈച്ച ഇങ്ങനെ പറന്നു വന്നു. ഈച്ച കരുതിയത് ദാഹിച്ചു വലഞ്ഞു വന്ന ഈച്ച കരുതിയത് ഇത് വെള്ളമാണ്, ഇതിൽ നിന്നൊരു അല്പം കുടിച്ച് തന്നെ ദാഹം തീർക്കാമെന്ന് കരുതി ആ മഷി ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഞാൻ കരുതി, പാവം ആ ഈച്ച വിശന്ന് വന്നതല്ലേ, ദാഹിച്ചു വന്നതല്ലേ, അത് കുടിച്ചോട്ടെ എന്ന് കരുതി പേന ഞാനിങ്ങനെ അനക്കാതെ വെച്ചു. ആ ഈച്ചക്ക് ദാഹജലം കൊടുത്തതിൻ്റെ പേരിലാണ് എന്നെ അള്ളാഹു സ്വർഗത്തിലാക്കിയത്. നോക്കൂ, ആ വലിയ നന്മകളെക്കാളും ഒരു ചെറു ജീവിയോട് കാണിച്ചൊരു കാരുണ്യമാണ്
ആ മനുഷ്യനെ സ്വർഗസ്ഥനാക്കിയത്. ആരാണ് ഈ പണ്ഡിതൻ? നമ്മൾ സംഘടനയുടെ നേതാക്കന്മാരെ പിന്നാലെ പോയിട്ട് അവരെ കാണുമ്പോൾ ഇവരാണ് വലിയ മേനെന്ന് കരുതണ്ട. തസവുഫിൻ്റെ ലോകമല്ലാതെ മറ്റൊരു യഥാർത്ഥ ലോകമില്ലെന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ഈ പണ്ഡിതൻ്റെ പേരെന്താണെന്നതാണ് ചോദ്യം. ഇത്രയും കഥ ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.